ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പഴക്കം ചെന്ന ശ്വാസമുട്ടും കഫക്കെട്ടൊക്കെ എങ്ങനെയാണ് നിസ്സാരാക്കിയിട്ട് മാറ്റാന്നുള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് പണ്ടൊക്കെ ശ്വാസം മുട്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താ ഓർമ്മ വരാമെന്നറിയോ? നമ്മുടെ മിഥുനം സിനിമയിലത്തെ ശങ്കരാടിയുടെ അവസ്ഥയുണ്ടല്ലോ, അത് കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. പക്ഷേ ശ്വാസം മുട്ടുള്ളവരുടെ ആ ഒരു അവസ്ഥ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് അവരെത്രമാത്രം വേദന സഹിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായി. നമുക്ക് ആ ഒരു കോമഡി പോലെയാണ് നമ്മൾ ശങ്കരാടി ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണേ അല്ലേ. പക്ഷെ അവർ നേരിട്ട് കാണിക്കുമ്പോഴേ ഭയങ്കര സങ്കടം വരും കേട്ടോ. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ശ്വാസം കിട്ടാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഒരു സുഖമുള്ള പരിപാടിയല്ല അല്ലേ. അപ്പോൾ നമുക്ക് എത്ര പഴക്കം ചെന്ന ഒരു ശ്വാസം മുട്ടും എങ്ങനെയാണ് സിമ്പിളായിട്ട് മാറ്റാന്നുള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് സംഘടിപ്പിച്ച് എന്നെ വിളിച്ച് എനിക്ക് പറഞ്ഞത് എന്താണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇതിൻ്റെ ശല്യം നല്ല പോലെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു, നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് നീ ഒരുപാട് ടിപ്സ് പറയണതല്ലേ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് പറഞ്ഞു തന്നൊരു ടിപ്പാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ആൾ കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പാണ്. വളരെ ഉപകാരമുണ്ട് പറഞ്ഞു തന്നതിൽ. ഒരുപാട് പേർക്ക് ഇത് ഉപകാരമാവട്ടെ. അപ്പോൾ ഏതെങ്കിലും ചെടികളൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലൊക്കെ കയറി കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്താം. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഒരു ചെടി കിട്ടാനാണ് ഇത്തിരി പാടുണ്ടാവുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഈ പറമ്പുകളിലൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എനിക്കൊരു കൺഫ്യൂഷൻ. എനിക്ക് പറ്റണ പോലെ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം, പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. വലിയ സംഭവം ഒന്നുമല്ല. നമ്മൾ ഈ പുല്ല് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാടത്തും പറമ്പിലൊക്കെ ഉണ്ടാവണ പുല്ല് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരു കാര്യം പറയാനുള്ളത്, നമുക്കൊക്കെ ഇങ്ങനെ ഓരോ കൊല്ലം കഴിയുന്തോറും വയസ്സുകളൊക്കെ കൂടി വരാണ് അല്ലേ. സാധിക്കണവരൊക്കെ ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചേർന്ന് വെച്ചാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് അസുഖം വന്നിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിന് മുമ്പേ നമുക്ക് പറ്റണത്, നമുക്ക് എത്ര അടയ്ക്കാൻ പറ്റും എന്താന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്കെല്ലാം അറിയുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതാവസ്ഥകൾ പുറമേ നിന്ന് പറയണേക്കാളും അതിൻ്റെ ഉള്ളിലുള്ളവർക്കാണ് കൂടുതൽ അറിയുക. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലവുകളൊക്കെ ചുരുക്കി കുറച്ച് നമ്മുടെ ഭാവിയിലേക്ക് കുറച്ച് സേവ് ചെയ്ത് വെക്കുക. നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ചോളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തിരി വയസ്സൊക്കെ ആയിട്ട് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ ചേരാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണില്ല. അനുഭവം വന്നു, അത് കാരണമാണ് പറയണത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 35 വയസ്സിന് മുൻപ് ചെയ്ത് വയ്ക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് മുയൽ ചെവി എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. ഇതിനിപ്പോൾ എങ്ങനെയൊന്ന് മനസ്സിലാക്കി തരാം ദൈവമേ. ഇതാണ് ചെടി. നല്ല നനവുള്ള പറമ്പിലൊക്കെ ഉണ്ടാവും. അറിയണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇതിനൊന്ന് വ്യക്തമാക്കി തരാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പൂവുണ്ടാവാറുണ്ട്. വയലറ്റ് കളർ, വെള്ള കളർ, ദൈവമേ ഓർമ്മയില്ല. ഇതാണ് മുയൽ ചെവിയൻ. വീട്ടിൽ അറിയണവരുടെ അടുത്തൊന്ന് ചോദിച്ചാൽ മതി. ഇതൊക്കെ ഇതിൽ നിൽക്കണതൊക്കെ മുയൽ ചെവിയനാണ് കേട്ടോ. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ ഒരു ചെടി നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഈ മുയൽ ചെവിയന് വേറെ ഏതെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. നമുക്ക് മുയൽ ചെവിയൻ മാത്രം പറയാൻ എനിക്കറിയുള്ളൂ. അപ്പോൾ മുയൽ ചെവിയൻ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നനയ്ക്കണ പറമ്പിലൊക്കെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് എടുത്തിരിക്കുന്നത് മുയൽ ചെവിയൻ. ബൈജാൻ്റെ കൃഷിയാണ് കേട്ടോ. നിറച്ച് മിളകുണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് കാരണം വെറുതെ ഒന്ന് എടുത്തു എന്നുള്ളൂ. ഇതുപോലെ മിളകൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവർ ആളുടെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. എന്നോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കരുത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണിത്. ചെടി വെക്കുക, നനയ്ക്കാൻ നോക്കുക ഒക്കെ എനിക്ക് ദേഷ്യം. എനിക്ക് മൃഗങ്ങളെ തന്നെയാണ് ഇഷ്ടം. രണ്ടുപേരുടെ ടേസ്റ്റും ഡിഫറെൻ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. ഈ ഇലയ്ക്ക് വേറെ ഒരു പേര് എന്തെങ്കിലും പറയുമെന്ന് ചോദിച്ചപ്പോൾ ഒരു വീഡിയോയ്ക്ക് കുറേ പേര് വന്നിട്ട് വേറൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നു ഞാൻ. അപ്പോൾ പനിക്കൂർക്കയുടെ പേരും അറിയണവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുയൽ ചെവിയൻ, തുളസി, പനിക്കൂർക്കയുടെ ഇല, ഇത് 3 നമ്മൾ എടുക്കണ ഇലകൾ കേട്ടോ. താങ്ക്സ്, ബൈ. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു വെള്ളാരങ്കല്ല് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് റിച്ചുവിൻ്റെ കൂട്ടുകാരൻ നമ്മുടെ പുഴയിൽ നിന്ന് പറക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അവന് നാണായി, അവന് ഓടിപ്പോയി. അപ്പോൾ വെള്ളാരങ്കല്ലും എടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടോ. ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാരങ്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്, പനിക്കൂർക്കയുടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്, തുളസിയുടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്, മുയൽ ചെവിയൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്.
നമ്മൾ ഈ 3 ഇലകളും കൂടിയിട്ട് നല്ല പോലെ അരച്ചിട്ട് അതിൻ്റെ ചാറെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് 3 കൂടിയിട്ട് അരച്ചിട്ട് അതിൻ്റെ ചാറെടുത്തിട്ട് നിങ്ങൾക്ക് കൊടുന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ അത് നന്നായിട്ട് അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത്തിരി വെള്ളം അതൊന്ന് അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ വെള്ളാരങ്കല്ല് എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ വെള്ളാരങ്കല്ല് നമ്മൾ നല്ല പോലെ ചൂടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളാരങ്കല്ല് നല്ല പോലെ ചൂടാക്കാണ്. കല്ല് ഒരു 10 മിനിറ്റ്, ഒരു 12 മിനിറ്റൊക്കെ ചൂടാക്കിയാൽ നല്ല പോലെ ചൂടാവും. ഇത് നല്ല പോലെ ഇവിടെ ഇരുന്നിട്ട് ചൂടാക്കാണ് കേട്ടോ. നമ്മുടെ കല്ല് ഇതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. നല്ല പോലെ കല്ല് ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് ഇടാനായിട്ട്. നേരിട്ട് തിളപ്പിക്കരുത്. വെള്ളാരങ്കല്ല് ചൂടാക്കിയിട്ട് ഇടണം എന്നാണ് പറഞ്ഞത്. അപ്പം അതിലെന്തെങ്കിലും കാര്യമുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. കല്ല് നല്ല പോലെ ചൂടായാലാണ് ഇങ്ങനെ പത വരുള്ളൂ. നല്ല പോലെ അതിലിട്ടു. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല ചൂടായിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂണ് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, കടയിൽ നിന്ന് മേടിക്കണതല്ല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ചിട്ടാണ് നമ്മുടെ ഐഡിയയ്ക്ക് മിക്സ് ചെയ്തിട്ട്. നല്ല ശ്വാസം മുട്ടുള്ളവർ, നല്ല കഫക്കെട്ടുള്ളവർ രാവിലെയും വൈകിട്ട് കഴിക്കുക. അല്ലാത്തവർ ദിവസത്തിൽ ഒരു നേരം കഴിച്ചാൽ മതി. ഫ്രഷ് ഉണ്ടാക്കിയിട്ട് കഴിക്കുക. ഉണ്ടാക്കി വെക്കണത് നല്ലതല്ല. അപ്പം ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കുക. നിങ്ങൾക്ക് തുളസിയും പനിക്കൂർക്കയുടെ ഇലയും മുയൽ ചെവിയനൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ഉണ്ടാക്കുക, അപ്പം തന്നെ കുടിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞോളൂട്ടെ എത്രമാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെച്ചം ഫീൽ ചെയ്യുന്നുണ്ടെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ട് തോന്നണവർ ലേശം തേൻ ഒഴിക്കുക കേട്ടോ. തേനില്ലാണ്ട് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഇത്തിരി തേൻ ഇതിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി.